ഗാസയിൽ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഖാൻ യൂനിസിലെ അൽ നാസർ ആശുപത്രി ആക്രമിച്ച് 5 മാധ്യമപ്രവർത്തകരടക്കം 20 പേരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത്. ആശുപത്രിക്ക് മേൽ നേരിട്ട് ബോംബിടുകയായിരുന്നു. രക്ഷാപ്രവർത്തകരും മറ്റ് മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ സംഭവസ്ഥലത്ത് എത്തിയപ്പോൾ വീണ്ടും ബോംബിട്ടു. യുദ്ധം ആരംഭിച്ച ശേഷം 274 മാധ്യമപ്രവർത്തകരെയാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത്. നേരത്തെ യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിലേക്ക് ഹൂതി വിമതർ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഈ ഒരു ആക്രമണം. എന്താണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്? ഗാസയിൽ ഇനി എന്തൊക്കെ സംഭവിക്കും? എന്നോടൊപ്പം നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ സാറാണുള്ളത്. സാർ, ഗാസയിൽ ഇസ്രായേൽ തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിൽ 4 മാധ്യമപ്രവർത്തകർ അടക്കമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗാസ സിറ്റി കേന്ദ്രീകരിച്ചുള്ള ബോംബാക്രമണം ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇവിടെ ലക്ഷ്യമിടുന്നത്? ഇന്ന് റഷ്യ യുക്രൈൻ യുദ്ധത്തിലാണ് എല്ലാവരും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഭയാനകമായ, അതിനേക്കാൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഗാസയിൽ നടക്കുന്നത്. അവിടെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ആരും ശ്രമിക്കുന്ന പോലുമില്ല. അത് നെതന്യാഹുവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് റഷ്യ യുക്രൈൻ അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇത് ഒരു ജനതയെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. അവർ ഗാസ ഒഴിപ്പിച്ചിട്ട് ഈ ആളുകളെല്ലാം നശിപ്പിച്ചിട്ട് അവിടെ ഉദ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു വലിയ റിസോർട്ടാക്കി മാറ്റാനും വലിയൊരു ബിസിനസ് സെൻ്ററാക്കി മാറ്റാനും ഒക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ഒരു കമ്പനി ശ്രമിക്കുകയാണ്. ഇതൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതുപോലെ ഒരു സ്റ്റാർവേഷൻ റീജിയൻ ആണെന്ന് യുണൈറ്റഡ് നേഷൻസ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ആളുകൾ മരിക്കുകയാണ് ആഹാരമില്ലാതെ. പിന്നെ ആഹാരം മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ആഹാരം വീണ് ജനങ്ങൾ മരിക്കുന്നു. അപ്പോൾ ഇത്രയൊരു ഗുരുതരമായ ഒരു സിറ്റുവേഷൻ വേറെ ഒരിടത്തുമില്ല. ഇഞ്ചിഞ്ചായി മരിക്കുകയാണ് ഒരു ജനത മുഴുവൻ. അല്ലാതെ അവരൊരു ബോംബാക്രമണത്തിലോ അങ്ങനെയല്ല താമസിക്കുന്നത്. അപ്പോൾ പട്ടിണി കൊണ്ടും അതുപോലെ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ കൊണ്ടും അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇത് വളരെ ഗുരുതരമായതാണ്. ഇപ്പോൾ 4 പത്രപ്രവർത്തകരെ വധിച്ചു. അത് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ കാര്യമാണ്. പക്ഷെ അതൊന്നും അല്ല ഇവിടെ നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രയാസകരമായ കാര്യം. ഒരു ജനസൈഡ്, ഈ അവിടെയുള്ള എല്ലാ പാലസ്തീൻസിനെയും നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടാണ് നീങ്ങുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് എല്ലായിടത്തും സമാധാനം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നും അദ്ദേഹം ആദ്യം എവിടെയും ശ്രമിച്ചു, ഒന്നും സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മാറി നടക്കുകയാണ്. അദ്ദേഹത്തിന് അറബ് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. എന്തുകൊണ്ട് അവരെ പ്രഷറൈസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ പറയുന്നില്ല? ഇപ്പോൾ ഹോസ്റ്റേജസ് ഉണ്ട്, ജൂയിഷ് ഹോസ്റ്റേജസ് ഇവരുള്ളത് കൊണ്ട് ഇസ്രായേലി ഹോസ്റ്റേജസിനെ വിടാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നാണ് ഇവർ നിർബന്ധിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആളുകൾ, ജൂയിഷ് ആയിട്ടുള്ള ആളുകൾ പാലസ്തീൻ്റെ പ്രിസണേഴ്സ് ആയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സംഭവമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല, എത്ര പേരെ അവർ വിടാൻ കഴിയുമെന്ന് അറിയുന്നില്ല. പക്ഷെ അതിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇവരെ മുഴുവനും പുറത്താക്കിയില്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് നെതന്യാഹു നിർബന്ധം പിടിക്കുകയാണ്. അദ്ദേഹത്തിന് എതിരായിട്ട് യാതൊരു അഭിപ്രായങ്ങളും എവിടെ നിന്നും നമ്മൾ കേൾക്കുന്നില്ല. അതിനെപ്പറ്റിയുള്ള വാർത്തകൾ തന്നെ പുറത്തു വരുന്നില്ല എന്ന് പറയും. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചോളം ഇതിനൊക്കെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനേക്കാളും പ്രധാനം ഒരു സീസ് ഫയർ അവിടെ ഗാസയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക അറിയാതെ ഇസ്രായേൽ ഇത്ര വലിയ ആക്രമണം നടത്തുമോ? അത് അമേരിക്ക അവരുടെ ദൈവം പോലെയാണല്ലോ. ദൈവം അറിയാതെ ഒരു ഇല പോലും ചലിക്കുകയില്ലെന്ന് നമുക്കറിയാം. അതുപോലെയാണ് ഗാസയിലുള്ള സംഭവങ്ങൾ. അതുപോലെയാണ് നെതന്യാഹുവും പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള ബന്ധം. അമേരിക്കയുടെ വാലാണ്, പക്ഷെ പട്ടിയെ ആട്ടുന്നത് വാലാണെന്നുള്ള സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഒറ്റ ഓർഡർ കൊണ്ട് നിർത്താവുന്നതേ ഉള്ളൂ പ്രസിഡന്റ് ട്രംപ് വിചാരിച്ച. കാരണം ഇസ്രായേൽ അത്രമാത്രം ഡിപ്പെൻഡൻ്റ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട്. മറ്റൊരു രാജ്യം, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു ഭാഗം പോലെയാണ് ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് അത് നിർത്താൻ അദ്ദേഹം വിചാരിച്ചാൽ യാതൊരു പ്രയാസം ഉണ്ടാവുകയില്ല.
അത് പക്ഷേ അദ്ദേഹം ചെയ്യാൻ തയ്യാറില്ലാത്തത് പ്രധാനമായും നെതന്യാഹുവിന് നഷ്ടം വരുന്നത്, അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം പോകുന്നത് ഒന്നും അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു താല്പര്യം എടുക്കാതെയാണ് പ്രസിഡന്റ് ട്രംപ് ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ടാരിഫ് വാർ നടക്കുകയല്ല, അതിലും അദ്ദേഹം വളരെ ഫോക്കസ് ചെയ്യണം. അത് ഗാസയുമായിട്ട് ആരും ബന്ധമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റീസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഗാസയിൽ ഒരു വലിയ ട്രാജഡി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോഴായിരിക്കും ലോകത്തിലുള്ളവർ അതിനെപ്പറ്റി മനസ്സിലാക്കുക. ഇപ്പോൾ ഇങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അവരെ ഇങ്ങനെ വധിച്ചുകൊണ്ടിരിക്കുന്നു, സ്ഥലം ഇല്ലാതാക്കുന്നു. ഇതെല്ലാം ഒരു വലിയ ലോക പ്രശ്നത്തിലേക്ക് നയിക്കുമെന്നാണ് എനിക്ക് ഭയം. ഖത്തർ ഈജിപ്ത് മധ്യസ്ഥ ശ്രമങ്ങളോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകുമോ, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? ഉണ്ടല്ലോ, ഇസ്രായേൽ എപ്പോഴും വളരെ ഡിഫയൻ്റ് ആയിട്ടല്ലേ മറ്റേ ലോകാഭിപ്രായത്തെ ഒന്നും അവരൊരിക്കലും മാനിച്ചിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് പോലും അവർ കേൾക്കുന്നില്ലല്ലോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ. പക്ഷേ അത് അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. രണ്ടുപേർക്കും താല്പര്യമുണ്ട്. നെതന്യാഹുവിന് പ്രധാനമന്ത്രിയായിട്ട് തുടരണമെങ്കിൽ അത് ഗാസ യുദ്ധം അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് സംരക്ഷിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം കണ്ണടച്ച് കൊടുക്കുകയാണ്. ഈജിപ്തും ഖത്തറും ഒക്കെ വളരെ സിൻസിയറായിട്ട് സമാധാന നിർദ്ദേശങ്ങൾ വെച്ചു. പക്ഷെ ആ നിർദ്ദേശങ്ങളൊന്നും അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം അവർ പറയുന്നത് ഇവരാണ് അവിടെ യുദ്ധം ആരംഭിച്ചത്, അതുകൊണ്ട് അവരെ ഇല്ലാതാക്കിയിട്ട് മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു വിട്ടുവീഴ്ച അദ്ദേഹത്തിനുള്ള. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇസ്രായേലിന് കൊടുക്കുന്ന സപ്ലൈ നിർത്തുകയോ അല്ലെങ്കിൽ അവരെ ഐക്യരാഷ്ട്ര സംഘടന മുമ്പിൽ കൊണ്ടുവരികയോ എന്തെങ്കിലും ചെയ്താൽ മതി. തീർച്ചയായിട്ടും അമേരിക്ക വിചാരിച്ചാൽ അത് നിർത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നിർത്താതിരിക്കുന്നത് മനഃപൂർവ്വമാണ്. ഇസ്രായേലിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. വളരെയധികം ഒരു ലോക സമാധാനത്തിന് വലിയൊരു ത്രെറ്റായിരിക്കുകയാണ്. പക്ഷേ അറബ്സ് ഒന്നും ഇപ്പോൾ യുദ്ധത്തിലൊന്നും വരാനൊരു സാധ്യതയുമില്ല. ഇറാൻ ഒഴിച്ച് മറ്റാരും ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം തയ്യാറാവുകയില്ല. പക്ഷേ ആ യുദ്ധവും 12 days യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനൊരു വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഇറാനാണ് അവരുടെ വെപ്പൺസ് നഷ്ടപ്പെട്ടതൊക്കെ. അപ്പം അതുകൊണ്ട് അവരൊരു വിന്നിങ് സ്പ്രീ ആണ്. അതുപോലെ ഒരിക്കലും അവരൊന്നും അംഗീകരിക്കാൻ സാധ്യതയില്ല, എത്ര റീസണബിൾ ആയിട്ടുള്ള പ്രപ്പോസലായാലും. പക്ഷേ ഒറ്റ ഒരു പ്രപ്പോസലേ അംഗീകരിക്കാൻ കഴിയുള്ളൂ മറ്റു രാജ്യങ്ങൾക്ക്. അത് 2 രാജ്യങ്ങൾ, ഒരു 2 state തിയറി ഉണ്ടല്ലോ, ഒരു ജൂയിഷ് സ്റ്റേറ്റും അതുപോലെ ഒരു പാലസ്റ്റീനിയൻ സ്റ്റേറ്റും. അപ്പോൾ അതിനിപ്പോൾ പാലസ്റ്റീനിയൻ സ്റ്റേറ്റിനെ റെക്കഗ്നൈസ് കൊണ്ട് പുതിയ വെസ്റ്റേൺ രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രാൻസാണ് അത് തുടങ്ങിയത്, കാനഡ, ഓസ്ട്രേലിയ, ഇവരൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണ് പാലസ്റ്റീനെ ഒരു സ്റ്റേറ്റായിട്ട്. പക്ഷേ ആ അംഗീകാരത്തിന് യാതൊരു അർത്ഥവുമില്ല. ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച കാര്യമാണല്ലോ. അതാണ് അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഒരു സമയത്ത് ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്തതായിരുന്നു. ഈ 2 അമേരിക്ക തീർച്ചയായിട്ടും അതിൻ്റെ പേരിലെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇസ്രായേൽ ഓസ്ലോ അക്കോർഡിൻ്റെ സമയത്ത് ഇസ്രായേലും ഒരുമാതിരി സമ്മതിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ തീരുമാനത്തിലാണ്. അതാണ് അപകടമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. സാർ, ഇവിടെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ശരിക്കും ഈ ഗാസയ്ക്ക് വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ്? അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് യുദ്ധം ചെയ്യുന്നില്ലല്ലോ. കാരണം 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് കഴിഞ്ഞതിന് ശേഷം അന്ന് ഈജിപ്തിനെതിരായിട്ട് എല്ലാ അറബ് രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുകയും ഈജിപ്തിനെ നോൺ അലൈൻ മൂവ്മെന്റിൽ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ പുറത്താക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അത്രയൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഹവാന നോൺ അലൈൻ കോൺഫറൻസിന്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് വന്നത് ഈ ഈജിപ്ത് ഇസ്രയേൽ കരാറായിരുന്നു. അതുകൊണ്ട് ഈജിപ്തിനെ ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ അവർ ശ്രമിച്ചു. പിന്നെ ഇന്ത്യ, അൾജീരിയ, യുഗോസ്ലാവിയ, ക്യൂബ എന്നീ 4 രാജ്യങ്ങളുടെ വലിയ നിരന്തരമായ ഇടപെടലുകൾ കൊണ്ടാണ് ഈജിപ്തിനെ അന്ന് നോൺ അലൈൻ മൂവ്മെന്റിൽ നിന്ന് പുറത്താക്കാത്തത്. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാ അറബ് രാജ്യങ്ങളും സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്, മൊറോക്കോ വരെ. സൗദി അറേബ്യ അത് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഈ ഹമാസ് യുദ്ധം തുടങ്ങിയത്. അതിൻ്റെ പ്രധാന കാരണം അതായിരുന്നു. സൗദി അറേബ്യയും കൂടി ഇസ്രായേലുമായിട്ട് സമാധാന കരാർ
ഒപ്പിട്ടാൽ പിന്നെ പാലസ്തീൻ രാജ്യത്തിന് യാതൊരു ചാൻസുമില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഹമാസ് ആ സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അത് സ്വന്തമായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാൽ പോലും ഇതിന് ഈ പാലസ്തീൻ പ്രശ്നം അവസാനിച്ചുകൂടാ മറ്റൊരു രാജ്യമില്ലാതെ എന്നുകൊണ്ടാണ് അവരന്ന് വളരെ ധൈര്യത്തോടു കൂടി ആക്രമിച്ചതും ഒരുപാട് ജീവനഷ്ടങ്ങൾ വന്നെങ്കിൽ പോലും ഇപ്പോഴും ആ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് യുദ്ധം ചെയ്ത പല കാലങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ അറബ് രാജ്യങ്ങൾ തോൽക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ അവരാരും അതിന് തയ്യാറാകുന്നില്ല. ഈജിപ്തും ഖത്തറും മാത്രമേ സമാധാനത്തിന് പോലും ശ്രമിക്കുന്നുള്ളൂ. മറ്റു രാജ്യങ്ങൾ എവിടെയാണ്, എന്താണ് അവർക്ക് വേണ്ടത് എന്നൊരു തീർച്ചയുമില്ല. അപ്പൊ അതിൽ നിന്നൊരു അവരെന്തെങ്കിലും ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയിരുന്നു. ഗാസയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെയെല്ലാം ആക്രമണം കടുപ്പിക്കുകയാണോ ഇസ്രായേല്? ഈ ഒരു ആക്രമണത്തിൽ നിന്ന് അതാണോ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? അതെ, ഹൂത്തീസിനെതിരായിട്ട് അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലോ. യമൻ വെർച്വലി 2 രാജ്യമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവിടെയുള്ള ഇറാൻ സപ്പോർട്ടേഴ്സിനെയാണ് ഇവര് ബോംബ് ചെയ്യുന്നത്. അത് യമനെതിരായിട്ടുള്ള യുദ്ധമായിട്ടല്ല കാണുന്നത്. അത് അവിടെയുള്ള ഹൂത്തീസ് അവര് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. സമുദ്രത്തിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ബ്ലോക്കേഡ് ഉണ്ട്. ഇപ്പോഴും വെസ്റ്റേൺ ഗുഡ്സ് ഒക്കെ ആഫ്രിക്ക വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് താമസം വരുന്നു, ചെലവ് കൂടുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ആരും ഇതിനെതിരായിട്ട് വർക്ക് ചെയ്യാന്നില്ല. ഹൂത്തീസിനെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു ഇസ്രായേലിന്റെ ഒരു ആഗ്രഹമാണ്. അത് അമേരിക്കയും അത് സഹകരിക്കുന്നുമുണ്ട്. പക്ഷെ അതിന് മുമ്പോട്ട് പോയിട്ട് പാലസ്തീൻ രാജ്യം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഇവരാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. താൻ ഇടപെട്ട നിരവധി യുദ്ധങ്ങൾ നിർത്തിച്ചു എന്ന് ട്രംപ് അവകാശവാദം ഉയർത്തുന്നുണ്ട്. പക്ഷേ പലയിടത്തും ഇപ്പോൾ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ട്രംപിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ പരാജയമാണോ? അതെ, തീർച്ചയായിട്ടും അതെ. അദ്ദേഹം ഒരിടത്തും വിജയിച്ചില്ലല്ലോ. ഇസ്രായേലിലാണ് അദ്ദേഹം ചെയ്യാൻ കഴിയുമായിരുന്നു, അത് അതിന് ചെയ്യുന്നില്ല. പിന്നെ മറ്റേടത്ത് ഇപ്പൊ പുടിനെ വളർത്തി കൊണ്ടുവരികയാണ്. പുടിന്റെ ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ് നമ്മൾ സംരക്ഷിക്കണം. പുടിനെ അവിടെ കൊണ്ടുപോയി അലാസ്കയിൽ കൊണ്ടുപോയി വലിയ സ്ഥാനമാനങ്ങളൊക്കെ നൽകി. ട്രംപ് പുടിന്റെ മുമ്പിൽ നിന്നത് വലിയൊരു പ്രത്യന്റെ മട്ടിലാണ്. ഒട്ടും അമേരിക്കയുടെ അധികാരമോ സെലൻസ്കിയോട് കാണിക്കുന്ന വൈരാഗ്യമോ ഒന്നും അദ്ദേഹം കാണിച്ചില്ല. പുടിൻ തിരിച്ചു പോയത് വളരെ സന്തുഷ്ടവാനായിട്ടാണ്. കാരണം അയാളെ അമേരിക്ക ശ്രദ്ധിക്കുന്നു, ഇവരുടെ ഇൻട്രസ്റ്റ് പാലിക്കാൻ അമേരിക്കയോട് ശ്രമിക്കുകയാണ് എന്നൊക്കെ ആയപ്പോഴത്തേക്ക് പുടിൻ ഒരു വലിയ വ്യക്തിപരമായി വളരെയധികം ഉയർച്ചയിലേക്ക് എത്തി. അതുകൊണ്ടാണ് ആ സമ്മേളനം കഴിഞ്ഞിട്ട് സെലൻസ്കിയെ മീറ്റ് ചെയ്യുക എന്നുള്ള പഴയ ഐഡിയ അദ്ദേഹം ഇല്ലാന്ന് വെച്ചത്. സെലൻസ്കിയെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ 2 ദിവസം മുമ്പ് അവർ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും യാതൊരു സാധ്യതയും കാണുന്നില്ല. സർ, ചില റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ട്രംപിന്റെ പുതിയ നയങ്ങൾ കാരണം അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിൽ. ഇത് ശരിയാണോ? ഇത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? അതെ, ആ സൂചനകൾ വരുമല്ലോ. ഇപ്പൊ ഇത് എല്ലാം വാങ്ങിച്ച് ഒരുപാട് കൂട്ടിയിട്ട് ഈ ടാരിഫ് ഇന്ന് ഒരുപാട് ഇൻകം വരുന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ ഇൻകം വന്നാൽ തന്നെയും അത് അവിടെ വരാൻ പോകുന്ന ഇൻഫ്ലേഷന് സഹകരിക്കുമെന്ന് തോന്നുന്നില്ല. ഇൻഫ്ലേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. കാരണം ഇപ്പൊ തന്നെ ഇന്ത്യയിലെ സാധനങ്ങൾക്കെല്ലാം അവർക്ക് 50, നമ്മളിപ്പോൾ 50 ടാരിഫ് നമ്മൾ കൊടുത്താൽ അത് വാങ്ങുന്നവരാണല്ലോ അവസാനം കൊടുക്കുന്നത്. അമേരിക്കക്കാർ തന്നെയാണ് അത് കൊടുക്കേണ്ടി വരിക. അത് വരുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ഇപ്പോഴും കണക്കാക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ഓൾട്ടർനേറ്റ്സ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഓൾട്ടർനേറ്റ്സ് ഉടനെ ഒന്നും വർക്ക് ചെയ്യില്ല. ചൈനയും റഷ്യയും ഒന്നും നമ്മളെ രക്ഷപ്പെടുത്താനുള്ള മനസ്സും കാണുകയില്ല, അവർക്ക് അതിനുള്ള കഴിവുമില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നങ്ങൾ നമ്മൾക്ക് വരും. പക്ഷെ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ അമേരിക്കയ്ക്ക് വരുമെന്നും, എന്നാലും അമേരിക്ക ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഉടനെ കാണുന്നുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ചൈനയോടും റഷ്യയുമാണ്. റഷ്യയോട് പണ്ട് നമുക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ ആണെങ്കിലും റഷ്യക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല. ചൈനയ്ക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ ചൈന എല്ലാ കാലത്തും നമ്മുടെ ശത്രുവായിരുന്നു, അത് ശത്രുവായി തന്നെ തുടരുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചൈനയും റഷ്യയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരായിട്ട്
യുദ്ധം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് വലിയ സക്സസ്ഫുൾ ആകാൻ സാധ്യതയില്ല. പക്ഷേ ഇങ്ങനെ സമയം കഴിയും തോറും മാറ്റങ്ങൾ വരുമെന്നും അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് സമാധാനത്തിലേക്ക് മാറുമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ വഴിയുള്ളൂ. സാർ, മറ്റേ നമ്മൾ ഇറാനിലേക്ക് വരികയാണെങ്കിൽ ഈ ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ ശക്തികളുമായി നിലനിൽക്കുന്ന തർക്കത്തിനിടെ യുഎസിനെ അനുസരിക്കാനുള്ള സമ്മർദ്ദത്തിന് ഇറാൻ ഒരിക്കലും വഴങ്ങില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇസ്രായേൽ ഇനി ആക്രമിച്ചാൽ വലിയ തിരിച്ചടി കൊടുക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയാണോ? അത് മിഡിൽ ഈസ്റ്റ് വീണ്ടും പ്രശ്നത്തിലാണ്. അത് ബോംബ് ഇട്ടത് അമേരിക്ക ഇട്ട ബോംബിന് എന്തെങ്കിലും ഗുണമുണ്ടായെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അല്ല, അവര് ചെയ്യാൻ ശ്രമിച്ചത് അണുവായുധങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ലബോറട്ടറീസ് ഒക്കെ നശിപ്പിക്കുകയാണ്. പക്ഷേ നശിപ്പിച്ച എത്രമാത്രം നാശമായി, അതിൽ നിന്ന് എന്തുമാത്രം നഷ്ടം ഇറാനുണ്ടായെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല, അമേരിക്കയ്ക്ക് പോലും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ബോംബിനെ പറ്റി ഇപ്പം ട്രംപ് ഒന്നും പറയുന്നില്ലല്ലോ. ഒരു വലിയ നേട്ടമായിട്ടൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അതിനെപ്പറ്റി ഒന്നും കേൾക്കാറില്ല. ഇറാൻകാർ പറയുന്നതും അത് തന്നെയാണ്, അവർക്ക് വലിയ നാശനഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ്. ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ബോംബൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് ഇത്രയും നാശം വരുത്തിയിട്ടും ആ ഉദ്ദേശം, ഇറാൻ ആണവായുധ രാജ്യമാകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം നിറവേറ്റാൻ അമേരിക്ക കഴിഞ്ഞിട്ടില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ വീണ്ടും അത് റിപ്പയർ ചെയ്ത് അവരുടെ എൻറിച്ച്മെന്റ് തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടും വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ആണവായുധ രാജ്യമാകണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. അതേസമയം തന്നെ യുദ്ധമല്ല അതിന് മറുപടി എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. സമാധാനപരമായി ചർച്ച ചെയ്യണം. ഇറാൻ ഇപ്പോൾ വീണ്ടും ചർച്ച തുടങ്ങാൻ പോവാണ്, ജർമ്മനിയുമായിട്ടും UK ആയിട്ടും യൂറോപ്പിൽ നാളെ മറ്റന്നാളോ. അപ്പോൾ അതോടുകൂടി വീണ്ടും ആ ചർച്ചകൾ തുടരും. പക്ഷേ ആ ബോംബ് ചെയ്തതുകൊണ്ട് വലിയ നഷ്ടമൊന്നും ഇറാന് വന്നിട്ടില്ല എന്നുള്ളത് ഒരു രഹസ്യമായി വെച്ചിരിക്കുകയാണ് അമേരിക്ക. സാർ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഉക്രൈൻ ഞായറാഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ ഏറ്റവും വലിയ ആണവ നിലയങ്ങളിൽ ഒന്നിനെയാണ് ലക്ഷ്യം വെച്ചത്. അപ്പോൾ റഷ്യയുടെ ഒരു തിരിച്ചടി ഉടൻ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അത് അവർ സമ്മതിക്കില്ലല്ലോ. അണുനിലയം തകർക്കുക എന്ന് പറയുന്നത് ഏത് തരത്തിൽ നോക്കിയാലും ലോകത്തിൻ്റെ അന്തം നല്ലതല്ല. കാരണം എന്താണ് ആണവ റിയാക്ടറിൽ ഉണ്ടായിരുന്നത്, അതെന്താണ് പുറത്തേക്ക് വരിക. ഒരു ചെറിയ ബോംബ് കൊണ്ട് നമ്മൾ ലോകത്ത് എത്രയോ നാശനഷ്ടങ്ങൾ വരുത്തി, ഹിരോഷിമയിലും നാഗസാക്കിയിലും. അപ്പോൾ അതുപോലെ അതിനേക്കാളും വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ ആരെങ്കിലും ബോംബ് ചെയ്താൽ വരുന്നത്. കാരണം അവരുടെ കപ്പാസിറ്റി കൂടുതലാണെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇതുപോലെ ഒരു ആണവ കേന്ദ്രത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും റഷ്യ അത് അനുവദിക്കുകയില്ല. അവർക്ക് അതിനുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കും. പകരം അവർ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അപ്പോൾ ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ട്രംപിന്റെ ഇടപെടലുകളൊന്നും ഫലം കാണില്ലേ? ഇതുവരെ ഫലമൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പണ്ടേ എഴുതിയിരുന്നു, ഈ സമ്മിറ്റ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മിറ്റ് അല്ല, യുദ്ധം പ്രൊലോങ് ചെയ്യാനുള്ള, യുദ്ധം കൂടുതലാക്കാനുള്ള സമ്മിറ്റാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. യുദ്ധം നിർത്തണമെങ്കിൽ ഇതായിരുന്നില്ല ട്രംപ് പ്രയോഗിക്കേണ്ട മാർഗങ്ങൾ. സെലൻസ്കിയോട് പണ്ട് സംസാരിച്ചതുപോലെ പുടിനോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യം കാണില്ലായിരിക്കും. പക്ഷെ പുടിനോട് പ്രകടിപ്പിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ, ഇതാണ് ഉത്തരം നിങ്ങൾ കാണുന്നത് എന്നുള്ളത്. അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊന്നും അതൊരു പരാജയമാണെന്നുള്ളത് തീർച്ചയാണെങ്കിലും അതൊരു പരാജയമായി കണ്ടുകൊണ്ട് അതിന് ബദലായി എന്തെങ്കിലും ചെയ്യണമെന്ന് അമേരിക്ക ശ്രമിക്കുന്നേ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെയും വലിയ ശുഭാപ്തി വിശ്വാസമൊന്നും നമുക്ക് ഇല്ല.